മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും ചർച്ച ചെയ്യും. ഇടുക്കി കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, വലിയൊരു ആശങ്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. ഈ യോഗത്തിന്റെ പ്രാധാന്യം എന്താണ്? എപ്പോൾ ആരംഭിക്കും? അനുജ, ഈ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഡാമിന്റെ ബലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാം പൊട്ടും അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആശങ്കകളും അതുപോലെ തന്നെ ഇനി സ്വീകരിക്കേണ്ട തുടർ നടപടികളും എന്തൊക്കെയാണ് എന്നുള്ളത് ഈ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും പുതിയ ഡാം വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതുമായി മുന്നോട്ട് പോകണം. അതിനുവേണ്ട എന്തൊക്കെ നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത്? മാത്രമല്ല, മഴ കനക്കുകയാണെങ്കിൽ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന തരത്തിലൊക്കെയാണ്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. ഒരു ഗൂഗിൾ മാപ്പിന്റെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ഡാമിന് വളവുണ്ട്, അതിപ്പോ പൊട്ടാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ആപ്പിൾ മാപ്പിൽ അത്തരം ഒരു വളവോ തിരിവോ ഒന്നും ഈ ഡാമിനില്ല എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ തന്നെ മറുപടിയായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണമുണ്ട്, അത് ഒഴിവാക്കുന്നതിനുള്ള നടപടിയായിരിക്കും ആദ്യം സ്വീകരിക്കുക. എന്തായാലും ഇടുക്കി രൂപതയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ശാശ്വതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യം ഉടൻ പരിഗണിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അനുജ, മുല്ലപ്പെരിയാർ വിഷയത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ യോഗം ചേരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത വരുത്തുക, ഈ വ്യാജ പ്രചാരണങ്ങളിൽ കഴമ്പില്ല എന്ന് ജനത്തെ അറിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ, പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ, ഇതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. കളക്ടറേറ്റിലാണ് യോഗം.